അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാൻ പറയാൻ പോകുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ ചില പ്രശ്നങ്ങളാണ്. കുറച്ച് നാളുകളായി നമ്മൾ കാണുന്ന കാഴ്ചകൾ, അതായത് ഈ മീഡിയയിൽ കാണുന്ന കാഴ്ചകൾ, സുന്നി, മുജാഹിദ്, വഹാബിസം അങ്ങനെ പലതും പറഞ്ഞുകൊണ്ടുള്ള വാക്കുവാദങ്ങളാണ്. ലോകം മുഴുക്കെ മുസ്ലിങ്ങൾ അടിയിലാണ്. പാലസ്തീനെ ഇസ്രയേൽ ആക്രമിക്കുന്നു, ഇസ്രയേലിനെ മറ്റു രാജ്യങ്ങൾ ആക്രമിക്കുന്നു, ഇസ്രയേൽ അതുപോലെ തന്നെ അനുബന്ധ രാജ്യങ്ങളെ ആക്രമിക്കുന്നു. ഇങ്ങനെ അക്രമ പരമ്പരകളും അതുപോലെ തന്നെ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നതും അതിനോടനുബന്ധിച്ച് അമേരിക്ക ചെയ്യുന്ന ചില വിക്രിയകൾ, ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ലോകം മുഴുക്കെ വളരെ പ്രതിസന്ധി തന്നെയാണ്. സാമ്പത്തികമായും വളരെ പ്രശ്നങ്ങളിലാണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ. അങ്ങനെ ഇരിക്കെ ഈ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഈ വഹാബിസവും സുന്നീസവും എന്നൊക്കെ പറഞ്ഞ് തമ്മിലടിയാണ്. എന്തോരം വിഷയങ്ങളുണ്ട് നമ്മുടെ സമുദായത്തെ സംസ്കരിക്കാൻ, ഉന്നമനത്തിലെത്തിക്കാൻ. എന്തൊക്കെ വിഷയങ്ങളുണ്ട്. ഇതിലൊന്നും തന്നെ ശ്രദ്ധിക്കാതെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാവും പകലും വാക്കുവാദങ്ങളാണ്. ഞാൻ മനസ്സിലാക്കിയത്, ചെറുപ്പം മുതൽ മനസ്സിലാക്കിയത്, ഷിർക്ക് ചെയ്യാതെ, അതായത് ഖബറാരാധകരാകാതെ, അങ്ങനെ മറ്റുള്ള വേണ്ടാത്ത ചിന്തകളിലേക്ക് പോകാതെ. ഇപ്പോൾ ചിലവർ ഈ ഇന്ത്യയിൽ തന്നെ ഈ വളരെ മോശമായ സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. കേരളത്തിൽ തന്നെ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി പുണ്യം തേടണം. നമുക്ക് എല്ലാവരും ഈശ്വരനെയാണ് വിളിക്കണം. ആ ഈശ്വരനെ വിളിച്ചാൽ കിട്ടാത്തത് ഈ ദുനിയാവിലൊന്നുമില്ല. പക്ഷെ മറ്റു പലവരെയും തേടിയാണ് നമ്മളെ യാത്ര. അതിനെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാം എന്നുള്ളതല്ല നോക്കണത്. ആകെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഖുർആനുമുണ്ട്, 5 നേരത്തെ നമസ്കാരമുണ്ട്. ഇതിൽ കിട്ടാവുന്നതിനപ്പുറം വേറെ ഒന്നുമില്ല. എന്നിട്ടും തീരുന്നില്ല പ്രശ്നങ്ങൾ. എനിക്ക് ഏകദേശം 62 വയസ്സോളമായി. ഞാൻ ചെറുപ്പം മുതലേ ഇത് കേൾക്കുന്നതാണ്. ഒരു പരിവർത്തനവും സമുദായത്തിനുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇത് ഏത് ജാതി കേട്ടാലും വേണ്ടിയില്ല, ഏത് ആര് കേട്ടാലും വേണ്ടിയില്ല, എന്ത് കേട്ടാലും വേണ്ടിയില്ല. ഇതിനൊരു മാറ്റം വരുത്തണം. സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിച്ചു കൊണ്ടിട്ട് ഓരോരുത്തരും അവരവരുടെ സമുദായത്തിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാര്യം വളരെ ജീവിത നിലവാരം വളരെ താഴത്തേക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇന്ത്യയിൽ തന്നെ വളരെ മോശാവസ്ഥയിലാണ് നമ്മുടെ ജീവിത നിലവാരം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ എങ്ങനെ ഉയർത്താം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ഗവനിച്ചും ചിന്തിച്ചും പ്രവർത്തിച്ചും മുന്നോട്ട് പോവുക. എല്ലാവരും എല്ലാ മതക്കാരും അവരുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുക. എന്തോ ഒരു കഷ്ടപ്പാടുകളാണ്. ഞാൻ ക്യാൻസർ സൊസൈറ്റി നടത്തുന്ന ഒരാളാണ്, മട്ടാഞ്ചേരി ക്യാൻസർ സൊസൈറ്റി. എനിക്കറിയാം, ജാതി ഭേദമില്ലാതെയാണ് ഞങ്ങൾ 2 സംഘടനകളും എല്ലാവരോടും സമീപിക്കുന്നത്. നമുക്ക് ഓരോരുത്തരുടെ പ്രയാസങ്ങൾ അറിയാം. അങ്ങനെ സുഖമില്ലാത്തവരെയെങ്കിലും പോയി നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ അവരെയെങ്കിലും സംരക്ഷിക്കുക. അല്ലാണ്ട് വാക്കുവാദങ്ങൾ കൊണ്ട് നിങ്ങളൊന്നും നേടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ യാതൊരു പ്രീതിയും കിട്ടാൻ പോകുന്നില്ല. അത് ഉറപ്പായ സംഗതിയാണ്.